ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കഞ്ഞി ഇട്ടു, പിന്നെ തെരണ്ടിമീൻ കറിയും വെച്ചു. കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. രാവിലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വെച്ചു. സവോള ഇടുന്ന കൊട്ട, പിന്നെ പച്ചക്കറി ഇടുന്ന പാത്രം, അങ്ങനെ കുറച്ച് ഗ്ലാസ്, കപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ്, ആഴ്ച 2 ദിവസമേ വെള്ളം വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ബക്കറ്റെല്ലാം നന്നായിട്ട് കഴുകി വെക്കുവാണേ. വെള്ളം പിടിച്ച് വെക്കാൻ, ഫ്രഷ് വെള്ളം പിടിച്ച് വെക്കാൻ. പഴയ ഇരുന്ന വെള്ളമെല്ലാം എടുത്ത് ഞാൻ കളഞ്ഞു. പിന്നെ തറയും തുടച്ചിട്ട് കഴുകിയപ്പോഴത്തേനും അവിടെ എല്ലാം വെള്ളമായിരുന്നു. വെള്ളം പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഓസെല്ലാം അതിലൊക്കെ വലിച്ചുകൊണ്ട് നടക്കണമായിരുന്നു. അതുപോലെ മഴയായിരുന്നു. പിന്നെ വെള്ളമൊക്കെ പിടിച്ച് എല്ലാം അടച്ചു വെച്ചു. ആ സമയത്ത് തന്നെ കുഞ്ഞിനാണെങ്കിൽ ടർക്കി എടുത്തുകൊണ്ട് നടക്കുവാണേ. ഇപ്പം നന്നായിട്ട് നടക്കാനൊക്കെ തുടങ്ങി. എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത് മൊത്തം. ഭയങ്കര നികളമാണ് ഇപ്പോൾ. നടക്കാൻ തുടങ്ങിയതിൻ്റെ 3-4 സ്റ്റെപ്പൊക്കെ വെച്ച് നേരത്തെ വീഴുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ സ്റ്റഡിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഒരു പാവയുണ്ട്, പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പെറുക്കിക്കൊണ്ടൊക്കെ നടക്കും. ചീച്ചേ കളിക്കാനൊക്കെ തുടങ്ങി. 2-3 ദിവസമായിട്ട് ഭയങ്കര മടുപ്പായിരുന്നു. നടക്കാൻ തുടങ്ങിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. നിലത്ത് നിൽക്കുകയില്ല, നമ്മളെ അങ്ങോട്ടും വിടുകയില്ല, ഇങ്ങോട്ടും വിടുകയില്ല ആയിട്ട് ഭയങ്കര അലമ്പും വഴക്കുമായിരുന്നു. ഞാനും ചേട്ടായി മടുത്തു പോയായിരുന്നു ആ സമയത്തെല്ലാം. കട്ടിലേക്ക് കയറും, താഴെ ഇറങ്ങും, ഭയങ്കര നിർബന്ധമായിരുന്നു. ഇപ്പം മാറ്റം വന്നു കുറച്ചൊക്കെ. പിന്നെ രാവിലെ എല്ലാം മുട്ട ഞാൻ പുഴുങ്ങിയായിരുന്നു. പിന്നെ അത് കുഞ്ഞിന് ഞാൻ കോരി കൊടുക്കുന്നുണ്ട്. മുട്ട അങ്ങനെ കഴിക്കുന്നൊന്നുമല്ല കേട്ടോ, ഇപ്പോൾ ഇഷ്ടമാണ്. ഒരിടയ്ക്ക് മുട്ട തിന്നത്തൊന്നും ഇല്ലായിരുന്നു. ഉണ്ണിയൊക്കെ കൊടുത്താലും ഒട്ടിപ്പിടിക്കുന്നുണ്ട്, തുപ്പി കളയുമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ചോറും കൊടുക്കും ഉച്ചയൊക്കെ ആകുമ്പം. എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടെങ്കിൽ കൂട്ടി അതും കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ് ഇപ്പോഴേ. പിന്നെ ഇത് തോന്നുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. എന്നാലും മുറ്റത്ത് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കടയ്ക്ക് പോയിട്ട് വന്നപ്പം ബോണ്ടായും പിന്നെ റസ്ക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞിന്. അപ്പം അതും കൂട്ടി പാൽച്ചായ ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബോണ്ട. പഴമൊക്കെ ചേർത്തായിരുന്നേ. ഈ ബോണ്ട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരത്തെയൊക്കെ അങ്ങനെ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പരിപ്പ് വട, ഏത്തയ്ക്ക പുളി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം പക്ഷേ ബോണ്ടയോടാണ് ഭയങ്കര താല്പര്യം. പിന്നെ ചൂട് ചായയും കുടിച്ചു. പുറത്ത് നല്ല മഴയാണ്. പിന്നെ വൈകുന്നേരത്തേന് പിന്നെ ദോശയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാൻ നോർത്താണ്. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ. ഗോതമ്പ് ദോശയാണ് ഇഷ്ടം, തേങ്ങയൊക്കെ ചേർത്ത് ജീരകമൊക്കെ ഇട്ട്. പിന്നെ പച്ചരി മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കടയ്ക്ക് പോയപ്പോൾ. പിന്നെ ഞാനത് വൃത്തിയായിട്ട് കഴുകി വെള്ളം പാരാൻ വെച്ചിട്ടുണ്ട്. ഇന്നത്തേനല്ല, നാളത്തേന് രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാനത് വൈകുന്നേരം ആകുമ്പോൾ പൊടിച്ച് വറുത്തും കൂടെ വെക്കണം. അതൊരു മെയിൻ പരിപാടിയാണ്. പിന്നെ ദോശയ്ക്ക് മാവ് ഞാൻ കുഴച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിച്ചാലും മതി കേട്ടോ, നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. പിന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഞാൻ മുട്ട റോസ്റ്റിന് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ കുക്കറിൽ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ഏകദേശം വെന്തു. പിന്നെ സവോള എല്ലാം വഴറ്റി പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ ശകലം വെള്ളം ചേർത്ത് കൊടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേന് മുട്ട ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ മുട്ട റോസ്റ്റ് റെഡിയായി. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോഴേ. അപ്പം ഗരം മസാലയാണ് ചേട്ടാ സ്ഥിരം മേടിക്കുന്നത്. മീറ്റ് മസാലയും മേടിക്കും, എന്നാലും ഗരം മസാല ചുവ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മല്ലിയില ഇപ്പോൾ കിട്ടാനില്ല, അല്ലെങ്കിൽ മല്ലിയിലയും മേടിച്ചുകൊണ്ട് വരുന്നതായിരുന്നു. ഞാൻ പോയാലും മേടിക്കും കേട്ടോ മല്ലിയില. നല്ല ടേസ്റ്റാണ് മല്ലിയില ചേർത്ത കറിക്ക്. പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു മല്ലിയിലയുടെ ചുവ, പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ട റോസ്റ്റൊക്കെ അങ്ങ് റെഡിയായി. ഒത്തിരി ചാറങ്ങ് പറ്റിച്ചെടുക്കുന്നില്ല, ശകലം ചാറ് വേണം. പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു. ചൂടായി വന്നപ്പോഴത്തേന് പിന്നെ മാവ് ഒഴിച്ച് കൊടുത്തു. ഒരു 2 തവി മാവ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മൂത്ത് വന്നപ്പോഴത്തേനും മറിച്ചിട്ടു. അപ്പം ദോശ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. പിന്നെ അതെല്ലാം ചുട്ട് മാറ്റി വെച്ച് പിന്നെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. 7:30 വിളക്കൊക്കെ വെച്ചായിരുന്നു എൻ്റെ ഇടയ്ക്ക്. പിന്നെ ഞാൻ ചേട്ടായും കഴിക്കാനിരുന്നു. ചേട്ടായി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ചായ ഒന്നും ഇട്ടില്ല, വെള്ളം കേട്ടോ. എപ്പോഴും ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് ചായ എടുത്തില്ല. പിന്നെ കുഞ്ഞിന് ഞങ്ങളുടെ അടുത്തുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് തിന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് മുട്ട ഞുള്ളി കൊടുക്കുന്നുണ്ട്. രാവിലെ ഒരെണ്ണം കൊടുത്തതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു. ദഹനക്കുറവിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അവനെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒത്തിരി കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം നോവെടുത്തിട്ട് ഭയങ്കര അലമ്പായിരിക്കും. പിന്നെ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ഒത്തിരി കട്ടി കൂടിയ ഭക്ഷണമൊന്നും അവനങ്ങനെ കൊടുക്കുകയില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ മാവെല്ലാം അരച്ച് വെക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം അരച്ച് മാറ്റി വെച്ച് ചട്ടിയിലോട്ടിട്ടു. പിന്നെ രണ്ടാമത്തെ അരയ്ക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നന്നായിട്ട് പൊടിഞ്ഞ് വരണം. എന്നാലും ഒത്തിരി അങ്ങ് ചെറിയ തരിയായി പൊടിയുണ്ട്, കാരണം പുട്ടിന് വെച്ച് തരങ്ങ് വേണം.
പിന്നെ ഞാൻ പൊടിച്ച് മാറ്റി വെച്ചു. വലിയ ഉരുളിക്കകത്താണ് മാറ്റിയത്. പിന്നെ അത് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. തണുത്ത് കഴിയുമ്പം ഇത് നാളത്തേനാണ്. രാവിലെ പുട്ടുണ്ടാക്കുക, അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ പുട്ടുപൊടി മേടിക്കണമെന്നില്ല കേട്ടോ, പൈസ ലാഭം. അപ്പം തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.